ഇന്ത്യ സഖ്യം ഈ സഖ്യം ഒന്നിച്ചാണ് ഇന്ന് അസുഖബാധിതനായി വയ്യാതിരിക്കുന്ന ലാലു പ്രസാദ് യാദവ് അടക്കം അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള യാത്ര ബീഹാറിൽ മാത്രമായി ചുരുക്കണ്ട. ഇന്നത്തെ പ്രസംഗത്തിൽ അത് മാത്രമല്ല പറയുന്നത്, ജാതി സർവേയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഈ പരിശോധനയിലേക്ക് കടക്കുകയാണ് എന്നുള്ളത് ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ജനം ഏറ്റെടുത്താണ്. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടി ഇത് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, ഇതിലൊരു കളവ് നടന്നിരിക്കുന്നു. ആ കളവിൽ നമുക്ക് അത് കളവല്ല എന്ന് വ്യക്തമാക്കുന്ന മറുപടി നമുക്ക് കിട്ടണ്ടേ? അത് ഒരു പൗരന്റെ ബേസിക്കായ അവകാശമാണ്. ആ അവകാശത്തിന്മേലാണ് നിങ്ങൾ മിണ്ടരുത് എന്ന് പറയുന്നത്. ഇനി വേറെ ഒരു വാനര പ്രതികരണമായിട്ടൊരാൾ വന്നിട്ടുണ്ട്. ഇവിടത്തെ മൈക്കുകൾ എത്ര തവണ അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നു? തൃശ്ശൂർ അങ്ങ് എടുത്തു പോയതല്ലേ? പിന്നീട് മാധ്യമങ്ങളോട് എന്തൊരു പരമ പുച്ഛമാണ് ഇദ്ദേഹത്തിന്. ഇന്നും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വാനരന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തി എന്തോ ഒന്ന് വലിയ അങ്ങ് പൊട്ടിക്കുന്നു വിചാരിച്ചിട്ടാണ് അദ്ദേഹം നെഞ്ചുരുക്കി മറ്റേ സിനിമാ സ്റ്റൈലിൽ പറഞ്ഞത്. അത് അവിടെ ചോദിച്ചാൽ മതിയെന്ന്. ഒരു മറുപടിയുമില്ല. അദ്ദേഹത്തിന് കിട്ടിയ കള്ളവോട്ടിനെക്കുറിച്ച് ഒരു മറുപടിയില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ച് ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ വോട്ടും ഫ്ളാറ്റുകൾ താമസിപ്പിച്ചതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടിയില്ല. ഇങ്ങനെ മറുപടി പറയാതെ നിങ്ങൾ തുടർന്നാൽ നിങ്ങൾക്ക് ജനം മറുപടി വേറെ നൽകിക്കോളും.